ചേട്ടാ, സുപ്രധാനമായ ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ശബരിമലയുമായി സംബന്ധിച്ച് സ്ത്രീ പ്രവേശനത്തിന് ദേവസ്വം ബോർഡ് പുതിയ തീരുമാനം എടുത്തിരിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ പുതിയ തീരുമാനം എന്ന് പറഞ്ഞാൽ സ്ത്രീ പ്രവേശനം വേണ്ട, സുപ്രീം കോടതി അറിയിക്കുകയാണ്. എന്താണ് ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ? സർക്കാർ ചുവടുകൾ മാറ്റിവെക്കുകയാണോ? അല്ല, സർക്കാർ ചുവട് മാറ്റണം. കാര്യം അങ്ങനെ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സർക്കാരിനെ ഇപ്പം മാർച്ച് 14-ാം തീയതി സുപ്രീം കോടതിയിൽ എന്താണ് ഇതിലെ ഈ നിലപാടിൽ സർക്കാരിൻ്റെ എന്ത് പക്ഷമാണ് എന്ന് ചോദിക്കണം. അപ്പോൾ ഇന്ന് ജയകുമാറിൻ്റെ ഒരു പത്രസമ്മേളനം വന്നിട്ടുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ജയകുമാറിൻ്റെ. അപ്പോൾ കെ ജയകുമാർ പറഞ്ഞിരിക്കുന്ന യുവതീ പ്രവേശനത്തിന് സർക്കാർ ഒരിക്കലും സമ്മതിക്കില്ല. യുവതീ പ്രവേശനത്തിൽ നിലപാട് മാറ്റും. ദേവസ്വം ബോർഡിൻ്റെ ആചാരം സംരക്ഷിക്കണം. അതായത് യുവതീ പ്രവേശനത്തിൽ, ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് മാറ്റി ദേവസ്വം ബോർഡ് ആചാരം സംരക്ഷിക്കണമെന്നും ശബരിമലയിൽ യുവതികളെ പ്രവേശിക്കേണ്ടതില്ല എന്നും ഉള്ള നിലപാട് ബോർഡ് സുപ്രീം കോടതിയെ അറിയിക്കും. മാർച്ച് 14-നാണ് സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കുക. 2018 സെപ്റ്റംബർ 28-നായിരുന്നു യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊരു നിയമം പുറത്തേക്ക് വരുന്നതും ആ നിയമം ഏറ്റവും കൂടുതൽ പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് അതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സർക്കാർ തന്നെയായിരുന്നു. അപ്പോ അതിനുശേഷം പതുക്കെ ഈ മഞ്ഞുമല ഉരുകുന്നത് പോലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഉരുകി വരികയായിരുന്നു. കാരണം വീണ്ടും അയ്യപ്പ പക്ഷങ്ങളൊപ്പവും അതേപോലെ തന്നെ അയ്യപ്പ അല്ലെങ്കിൽ വിശ്വാസപരമായി ബന്ധപ്പെട്ട് ഒരുപാട് ഭക്തജനങ്ങൾ തന്നെ അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലൊക്കെ സർക്കാർ അതിനോടൊരു വിമുഖത അവസ്ഥയിൽ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് ഈ പറയുന്ന ഒരു കാര്യം സർക്കാരിനെ ബാധിക്കുന്ന ഒരു ഘട്ടമാവുന്നത് കൊണ്ടാണോ, അതോ ഇനി പറയുന്ന രീതിയിൽ ശബരിമല കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഭക്തജനങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസികളെ കയ്യിലെടുക്കാനുള്ള ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നത്? അതൊന്നുമല്ല. വിശ്വാസികളെ കയ്യിലെടുക്കുന്നതോ അല്ലെങ്കിൽ ഭക്തജന സമൂഹത്തിനെ ഭയക്കുന്നതോ ഒന്നും ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചില്ല. അവർ മനസ്സിലാക്കുന്നത്, അവർക്ക് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോഴാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ എന്തിനായിരുന്നു? ഈ ഭൂരിപക്ഷ സമുദായത്തിനെ പറ്റിക്കാനായിരുന്നു. ഭൂരിപക്ഷ സമുദായത്തിനോടൊപ്പം അടുത്ത വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ജയിക്കണം. കാര്യം 2018-ലാണല്ലോ ഇവരുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. നമ്മളിപ്പോൾ ഈ ശബരിമല സ്ത്രീ പ്രവേശനം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ആശയം വരുമ്പോൾ സ്ത്രീക്കും പുരുഷനും ഒരേ രീതിയിലാണെന്നും അങ്ങനെയുള്ളൊരു സമത്വം ചിന്തിക്കുന്ന ഒരു പുരോഗമന സർക്കാരാണ് എന്ന് കാണിക്കേണ്ടത് ഇവരുടെ ആവശ്യമായിരുന്നു. അപ്പൊ ഈ പറയുന്ന പുരോഗമനപരമായിട്ടുള്ള ഇത്തരം സമത്വം അല്ലെങ്കിൽ ഈ സമത്വ ചിന്താഗതികളൊക്കെ ഈ ഒറ്റ നിമിഷം കൊണ്ട് എങ്ങനെയാണ് ഇല്ലാതായി പോകുന്നത്? ഈ പറയുന്ന ഇക്വാലിറ്റിയും അല്ലെങ്കിൽ സ്ത്രീപക്ഷ സർക്കാരാണ്, ഞങ്ങൾ ഈ പറയുന്ന സ്ത്രീകളോടൊപ്പവും അതേപോലെ തന്നെ ഈ സമത്വത്തെ ഏറ്റവും കൂടുതൽ കൂടെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണെന്ന് പറയുമ്പോഴും ഇത്രയധികം നാണമില്ലേ? അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പറയുന്ന നിലപാടുകൾ മാറ്റാൻ അതിന് ഈ പറയുന്ന ദേവസ്വം പ്രസിഡന്റിന്റെ തലയിലേക്ക് കൊണ്ടുവന്ന് ഈ ഉത്തരവാദിത്തം ഇടാതെ ഇത് സർക്കാരിന്റെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും, കാരണം ഇത്രയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു 2018-ന് ശേഷം. ഇപ്പൊ ചേട്ടാ നമുക്കറിയാം 2026-ലെത്തി നിൽക്കുകയാണ്. 18 കഴിഞ്ഞ ശേഷം 26-ലെത്തി നിൽക്കുവാണ്. അല്ല, അതിലെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാല് ഇവർ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടിയാലേ അടുത്ത ഇനി ഭരണത്തിലേക്ക് വരാൻ. അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുന്നത് അതെല്ലാം പൊളിഞ്ഞുപോയി. കൃത്യമായി സ്വർണ്ണക്കൊള്ള വെളിയിൽ വന്നു. അയ്യപ്പ ഭക്തന്മാരൊന്നും ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിലൊന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. കസേരകളൊക്കെ ഒഴിഞ്ഞു കിടക്കുക. അല്ല, ഇത് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള പുറത്തു വന്നു. ഇപ്പൊ ഇത് എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഭൂരിപക്ഷ സമൂഹത്തിൽ അതായത് ഹിന്ദു വോട്ട് കിട്ടുന്നതിനുള്ള ആ ഒരു മുന ഒടിഞ്ഞു. അത് കിട്ടാനുള്ള സാധ്യത പോയി. കാര്യം NSS പറഞ്ഞു, ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിട്ട് ഒരു കളിക്കും ഞങ്ങൾ ഉണ്ടാവില്ല. ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ തന്നെ NSSന്റെ ഒരു പ്രതിനിധി വേദിയിലുണ്ടായിരുന്നു. അതെങ്ങനെയാ വേദിയിൽ വന്നത്? അവർക്ക് കൊടുത്ത ഉറപ്പാണ്, ഞങ്ങൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇനി ഇപ്പം എന്തായാലും അന്ന് പുരോഗമനം പറഞ്ഞ ആൾ കയറി, പക്ഷെ ഇനിയിപ്പോൾ ഞങ്ങളത് മാറി ചിന്തിക്കും, ഞങ്ങളത് മാറ്റും എന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ എന്ന് പറയുന്ന NSS സമുദായത്തിന്റെ നേതാവിന് കൊടുത്തു. അതുപോലെ തന്നെ SNDP സമുദായത്തിനും കൊടുത്തു. അതുകൊണ്ടാണ് ഈ സമുദായ നേതാക്കൾ വീണ്ടും പറയാൻ പോകുന്ന ഒരു വാഗ്വാദം എന്ന് പറയുന്നത്, നിയമം വന്ന സമയത്ത് ഞങ്ങൾ നിയമത്തിനോടൊപ്പം നിന്നു, അതേപോലെ തന്നെ നിയമം നടപ്പിലാക്കുക എന്ന് പറയുന്നത്, ഈ ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വരുന്നു. അതേപോലെ സുപ്രീം കോടതിയിൽ നിന്ന് വീണ്ടും അങ്ങനെ ഒരു നിയമം വരികയാണ്, സ്ത്രീ പ്രവേശനം വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു നിയമത്തിനൊപ്പം നിൽക്കുന്നു. അല്ല, സുപ്രീം കോടതി പുനഃപരിശോധിക്കാൻ സർക്കാർ സമയം ചോദിച്ചു. ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് നിയമോപദേശം തേടണം. ഇപ്പൊ സുപ്രീം കോടതിയിൽ കേസ് ഇപ്പൊ വീണ്ടും വന്നു കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പം 14-ാം തീയതി വീണ്ടും ഈ വരുന്ന മാർച്ച് ഇന്നിപ്പോ 14-ാം തീയതി വീണ്ടും ഒരു സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു. ദേവസ്വം ബോർഡിന്റെ നിഗമനമാണ്. സർക്കാരിന്റെ സ്റ്റാൻഡ് വന്നിട്ടില്ല. ഇത് ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡാണ്. അല്ല, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് തീർച്ചയായും ദേവസ്വം ബോർഡ് ഇവർ എപ്പോഴും പറയുമ്പോൾ ദേവസ്വം ബോർഡ് വേറെ,
സർക്കാർ വേറെ എന്ന്. ഇത് ഇവിടെ ഒരു ലൂപ്പ് ഹോൾ, ഒരു ചെറിയ, നമ്മൾ പറയുമല്ലോ എപ്പോഴും ഒരു രക്ഷപ്പെടാൻ ഒരു പഴുതിട്ടുകൊണ്ട് പെരുമാറുന്നെന്ന് പറയില്ലേ, അതുപോലെ ഇതൊരു പഴുതാണ്. പക്ഷേ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സർക്കാരിന്റെ കയ്യിലെ ഈ പറയുന്ന പട്ടം പോലെയാണ്. സർക്കാർ പറക്കാൻ പറയുമ്പോൾ പറക്കുന്നു, സർക്കാർ താഴേക്ക് അല്ലെങ്കിൽ ഇറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങുന്നു. ആ രീതിയിലാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡും അതേപോലെ ദേവസ്വം വകുപ്പും സർക്കാരും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. ഈ പറയുന്ന ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ദേവസ്വം ബോർഡിനോട് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ ഒരു അസ്വരസ്യം. കാരണം ഇത്ര മാത്രമേ പറയുള്ളൂ. ഈ പറയുന്ന പ്രസിഡന്റിനെ ആണെങ്കിൽ തന്നെ മാധ്യമങ്ങളെ കാണുന്നത് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. തന്ത്രിയുമായി ബന്ധപ്പെട്ട അറസ്റ്റുമായി ആ ഒരു കാര്യത്തിലാണ് ജയകുമാറിനോട് ചോദിക്കുന്നതെങ്കിൽ തന്നെ അധികം അങ്ങോട്ട് വിട്ടു പറയില്ല. മന്ത്രിമാരോട് ചോദിക്കുമ്പോൾ ദേവസ്വം മന്ത്രിക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല. മുൻകാല സർക്കാരുകളോട് ചോദിക്കാനാണ് സർക്കാർ നമ്മളോട് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എത്ര നാളാണ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇവർക്ക് ഈ വോട്ട് സമാഹരിക്കാൻ പറ്റുന്നത്? അല്ല, വോട്ട് സമാഹരണം ഇനി നടക്കില്ല. കാര്യം വിശ്വാസി സമൂഹത്തെ പറ്റിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി. ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോഴാണ് ഈ കള്ളങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഈ സ്വർണ്ണപ്പാളി, പിന്നെ അവിടുന്ന് അദ്ദേഹത്തിന്റെ ഈ ശബരിമല ക്ഷേത്രത്തിനകത്തുനിന്ന് ഇത്തരത്തിലൊരു വലിയ കൊള്ള നടക്കുന്നത് അറിയുന്നത് അപ്പോഴല്ലേ. സർക്കാരിന്റെ മറ്റൊരു കോൺഫിഡൻസ് എന്താണെന്ന് പറഞ്ഞാൽ ചേട്ടാ, ശബരിമല വിഷയം അവരെ ബാധിച്ചിട്ടില്ല. അവർ ഏറ്റവും കൂടുതൽ അത് എടുത്തു പറയാൻ കാരണം പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമല ഇരിക്കുന്ന മണ്ഡലം പോലും CPM-ന് തന്നെയാണ്. അവർ അങ്ങോട്ടാണ് ഈ പറയുന്ന പച്ചക്കൊടി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ പ്രവേശനം ഉണ്ടായതിനു ശേഷവും ഭരണത്തിൽ വന്ന ഇവരാണല്ലോ, അല്ലെ? അങ്ങനൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ അവിടെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരള സമൂഹം മൊത്തത്തിൽ അങ്ങനെ അല്ല, അത് നമ്മുടെ സർക്കാരിന്റെ ഒരു പ്രധാന വിഷയമാണ്. ശബരിമല എന്ന് പറയുമ്പോൾ ശബരിമല ഇരിക്കുന്ന ജില്ല അല്ലെങ്കിൽ ശബരിമല ഇരിക്കുന്ന പഞ്ചായത്ത് മാത്രമാണ് അയ്യപ്പന്റെ എന്നാണ് ഇപ്പോഴും സർക്കാരിന്റെ ഒരു അങ്ങനെയുള്ള തെറ്റാണ്. അതെ, ആ ഒരു ധാരണ പുറത്താണ് ഇപ്പോഴും പലരോടും ശബരിമല വിഷയം ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശബരിമല അമ്പലം അല്ലെങ്കിൽ ആ ധർമ്മശാസ്താവിന്റെ സ്ഥലം ഇരിക്കുന്ന മണ്ഡലം ഇപ്പോഴും CPM-ന്റെ അല്ലെങ്കിൽ CPM-ന് തന്നെയാണ് അനുകൂലം. അതിന് ചുറ്റുമുള്ള മണ്ഡലങ്ങളെല്ലാം ഈ പറയുന്ന CPM-ന് തന്നെയാണ് അനുകൂലമായിട്ട് നിന്നിട്ടുള്ളത്. പക്ഷേ സർക്കാർ അറിയേണ്ട ഒരു കാര്യമുണ്ട്, അയ്യപ്പൻ എന്ന് പറയുന്നത് ആ ജില്ലയിലെ മാത്രം ഒരു സ്വത്തല്ല, അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ പെടുന്ന ഒരാളൊന്നുമല്ല. അതൊരു നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ പെടുന്ന ഒരു വ്യക്തിയല്ല അയ്യപ്പൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോ അടുത്ത ദിവസങ്ങളിൽ ആറ്റുകാൽ പൊങ്കാല നടക്കുകയാണ്. ഇപ്പൊ ആറ്റുകാൽ അമ്മ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാരുടെ മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ ശബരിമല എല്ലാവർക്കും ഉള്ളതാണ്. അതെ, അയ്യപ്പൻ പറയുന്നത് ആ മണ്ഡലത്തിൽ പെടുന്നത് മാത്രമല്ല, ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു ജയിക്കാൻ വേണ്ടി പറയുന്നതാണ്. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് തെരുവിലേക്ക് ഇറങ്ങിയത് പന്തളം നിവാസികൾ മാത്രമായിരുന്നില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്ന വിശ്വാസികളും ജനങ്ങളും എല്ലാം ഈ പറയുന്ന തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എപ്രകാരമാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ശബരിമല വിഷയം നിങ്ങളെ ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ശബരിമല വിഷയം ബാധിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോ അടുക്കുന്നതെന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഏതായാലും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവര് ഇപ്പം നമ്മൾ പറഞ്ഞു സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു, ആ വിധി ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു. ഇവിടെ സുപ്രീം കോടതി വിധി പറഞ്ഞാൽ സുപ്രീം കോടതി വിധി വന്ന മറ്റൊരു കാര്യങ്ങളും ഇവിടെ ഇല്ല. അതെല്ലാം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ പറയുന്ന പോലെ ആഗോള അയ്യപ്പ സംഗമം നടത്തി പൊളിഞ്ഞു. സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും എങ്ങും തൊടാത്ത രീതിയിലാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. ഇടതുമുന്നണി നേതാക്കൾ ആരും തന്നെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രി പറയുന്നത് ഇവർ നിയമോപദേശം തേടി പോയിരിക്കുവാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും തങ്ങൾക്ക് വോട്ട് ഇനിയും കിട്ടേണ്ടത് എന്ന ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് ഇത് കൊടുക്കുമ്പോൾ, ദേവസ്വം ബോർഡാണ് ഇപ്പം സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. യുവതി പ്രവേശനം പാടില്ല, ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മുറുകെ പിടിക്കണം എന്ന് പറയുമ്പോൾ ഇത് സർക്കാരിന്റെ ഭാഷ തന്നെയാണ്. ആദ്യം ദേവസ്വം ബോർഡിനെ കൊണ്ട് പറയിക്കുന്നതാകാം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങളുടെ തീരുമാനം ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ. കാര്യം ഇവർക്ക് ഇപ്പോഴും ഇവരുടെ ആ കമ്മ്യൂണിസം എന്ന് പറയുന്ന മറ്റേ പുരോഗമന ചിന്ത പിടിക്കണമല്ലോ. ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാരുള്ളത് ഇവരുടെ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ്. ഈ വിശ്വാസ സമൂഹത്തിലെ വോട്ട് എങ്ങനെ മാറിപ്പോയി? ഇപ്പോ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ വിശ്വാസ സമൂഹം, ഹിന്ദു സമൂഹം, ഇപ്പൊ ഞാൻ താമസിക്കുന്നതിന് അടുത്തുവരെ കഴിഞ്ഞ ദിവസം കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഹിന്ദു സമൂഹം ഏകീകരിക്കുന്നതിന്റെ പുറകെയാണ്. ഈ ശബരിമല കൊള്ളയെ അവരൊരിക്കലും തന്ത്രിയുടെ കൂടെയൊന്നുമല്ല. തന്ത്രി ഒരു കാട്ടുകള്ളനാണെന്ന് ഈ പറയുന്ന വിശ്വാസ സമൂഹത്തിന് അറിയാം. അപ്പോ ഇനി ഇപ്പൊ നടക്കാൻ പോകുന്നത് ഈ ഒരു 14-ാം തീയതി സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് നൽകാൻ പോകുന്ന ഈ പറയുന്ന യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അവർ ദേവസ്വം ബോർഡ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് ദേവസ്വം ബോർഡിന്റെ വാദമാണ്, സർക്കാരിന്റേതല്ല എന്ന് വേണമെങ്കിലും പറയാൻ മടിയുണ്ടാകില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ചേട്ടാ, ഈ പറയുന്ന വിധി വന്നത് ഒരു നീണ്ട കാലയളവിലെ നിയമ പോരാട്ടം കൊണ്ടാണ്
സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു വിധി വന്നത് തന്നെ. തീർച്ചയായിട്ടും. അപ്പോ 2018 ശേഷം 2026 എത്തി നിൽക്കുമ്പോൾ 6-7 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം സുപ്രീം കോടതിയിലേക്ക് അറിയിച്ചു കഴിഞ്ഞാലും സർക്കാർ വിചാരിക്കാൻ പോകുന്ന രീതിയിൽ ഒരു വോട്ട് ഷെയർ കിട്ടേണ്ടതില്ല. കാരണം ഇതിന്റെ ഒരു വിധി വരാൻ വീണ്ടും കാലതാമസം എടുക്കും. വീണ്ടും ഈ പറയുന്ന വകുപ്പുകളൊക്കെ പരിശോധിച്ച് സർക്കാരിന്റെ നിലപാടുകൾ എന്താണ് സാഹചര്യം അങ്ങനത്തെ അത്തരം ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വിധി വരാൻ താമസം എടുക്കും. ഇലക്ഷൻ പ്രഖ്യാപനം വരും. ഇലക്ഷനും കഴിഞ്ഞ് നീണ്ട വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ചിലപ്പോൾ ഇതിന്റെ വീണ്ടും ഒരു വിധി വരുന്നത്. കോടതി വിധികളെ പറ്റിയിട്ടൊക്കെ നമുക്ക് പുതിയതായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇത് വെറും ഈ പറയുന്ന നീണ്ട PR-കൾക്കൊടുവിൽ വീണ്ടും സർക്കാർ കണ്ടെത്തിയ വീണ്ടും ഇവിടെ ഭരിക്കാനായിട്ടുള്ള ഒരു അടവായിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതിനു മുൻപേ ഇങ്ങനെ ഒരു തീരുമാനം അറിയിക്കേണ്ടതായിരുന്നു. കാരണം ഈ പറയുന്ന ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ ഈ പറയുന്ന രീതിയിൽ സംഘർഷം ഉണ്ടാക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്തൊന്നും അല്ലല്ലോ. 7 വർഷമായില്ലേ. ഇപ്പോഴാണോ ദേവസ്വം ബോർഡിന് ഇതൊരു പ്രശ്നമായിട്ട് തോന്നിയത് എന്നൊരു വലിയ ചോദ്യമുണ്ട്. എന്തായാലും സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയൊരു നിലപാടിലേക്കാണ് ദേവസ്വം ബോർഡ് കടക്കുന്നത്. സർക്കാരിന്റെ നിലപാട് എന്താണ്? നിങ്ങളുടെ പുരോഗമനവാദം മറന്നോ അല്ലെങ്കിൽ മാറി ചിന്തിച്ചോ എന്നുള്ളത് സർക്കാർ തന്നെയാണ് നിലപാട് പറയേണ്ടത്.